പഠനത്തിൽ ഏറ്റവും മുന്നിലെത്തുക എന്നുള്ളതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. മിക്കവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. ഓർമ്മക്കുറവ്, പഠനഭാരം, ടെൻഷൻ എന്നിവയൊക്കെയാണ് നാം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. കൃത്യമായ ദിനചര്യയുണ്ടെങ്കിൽ ആർക്കും പഠനത്തിൽ മുന്നിലെത്താം. അതിനുള്ള കുറച്ച് എളുപ്പ വഴികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ടിപ്പ് നമ്പർ 1. പാഠ്യവിഷയങ്ങൾ അന്ന് തന്നെ വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇതിൽ പ്രയാസമേറിയ വിഷയങ്ങൾ ആദ്യം തീർക്കുക. അതിന് വേണം മുൻഗണന നൽകാൻ. ആഴ്ചതോറും വായിച്ചത് വായിച്ചുകൊണ്ടിരിക്കുക. ടിപ്പ് നമ്പർ 2. പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഒന്നിലധികം തവണ വായിക്കാൻ ശ്രമിക്കുക. വാക്കുകളുടെ തത്വങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി വായിക്കുക. പ്രധാനപ്പെട്ടവ മറ്റൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പഠനം അവസാനിപ്പിക്കുമ്പോൾ ഈ നോട്ട്ബുക്കിലൂടെ ഒന്ന് കടന്നു പോവുക. ടിപ്പ് നമ്പർ 3. പഠനകാര്യങ്ങളിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടെ കൗൺസിലിംഗ് നൽകുന്നത് നല്ലതാണ്. ടിപ്പ് നമ്പർ 4. അവസാന നിമിഷം പഠിക്കാൻ കൂട്ടിവെക്കുന്നവർ ഉറക്കമൊഴിച്ച് പഠിക്കും. എന്നാൽ ഇത് പഠിച്ചതൊക്കെ മറന്നുപോകാൻ ഇടവരുത്തും. പരീക്ഷാ സമയത്തും കുട്ടികൾ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ടിപ്പ് നമ്പർ 5 പറയുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്പ് നമ്പർ 5. നല്ല കുടുംബാന്തരീക്ഷവും പഠന പ്രവർത്തനത്തിന് പ്രചോദനം ചെയ്യുന്ന ആൾക്കാരുടെ സമീപനവും പഠനത്തിന് ഉപകരിക്കും. ടിപ്പ് നമ്പർ 6. നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവിടെ പഠിക്കാൻ ഉപയോഗിക്കാം. നല്ല സ്കൂളും അന്തരീക്ഷവും ഉണ്ടാകുന്നതും പഠനത്തെ മെച്ചപ്പെടുത്തും. ടിപ്പ് നമ്പർ 7. കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ TV ഭ്രമം മാറ്റേണ്ടതാണ്. ഇത് കുട്ടികളുടെ ഭാവിയെ തന്നെ തകിടം മറിക്കും. കുട്ടികൾക്ക് TV കാണാനുള്ള സമയം ക്രമീകരിക്കേണ്ടതാണ്. ടിപ്പ് നമ്പർ 8. ദിവസവും കുറച്ച് സമയം വ്യായാമത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് പഠനത്തിന് ഗുണം ചെയ്യും. ടിപ്പ് നമ്പർ 9. പരീക്ഷാ ഭയം ഇല്ലാതാക്കാൻ ചിട്ടയായ പഠന പ്രവർത്തനം, പഠനവേളയിൽ തയ്യാറാക്കിയ നോട്ട്സ്, മാതൃകാ ചോദ്യങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കുന്നതിലൂടെ പരീക്ഷാ ഭയം ഇല്ലാതാക്കാൻ ശ്രമിക്കാം. പഠിക്കുമ്പോൾ പലർക്കും ഉറക്കം വരാം. എന്നാൽ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യുക. മനസ്സ് മാറിയാൽ വീണ്ടും ഇരുന്ന് പഠിക്കുക. ഇനി അവസാനത്തെ ടിപ്പായ ടിപ്പ് നമ്പർ 10. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ടേബിൾ എന്നതിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ പഠിക്കുമ്പോഴും എന്ത് പഠിക്കണം എന്നുള്ളത് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയാൽ അതനുസരിച്ച് പഠിക്കാൻ എളുപ്പമാകും. ഇപ്പോൾ പറഞ്ഞ 10 ടിപ്പുകളും ഉപയോഗപ്രദമാക്കിയാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളായി നിങ്ങൾക്കും മാറാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.